ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആഘോഷിക്കുകയായിരുന്നു, വിരുന്ന് കഴിക്കാൻ ഇരിക്കുകയായിരുന്നു. ഭക്ഷണത്തിനു മുമ്പ് ഒരു ദാസൻ അവിടെ ഇരിക്കുന്ന എല്ലാ ആതിഥേയരുടെയും പാദങ്ങൾ കഴുകേണ്ടത് അവരുടെ ആചാരപ്രകാരം ആവശ്യമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തുടങ്ങി. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതായത് കർത്താവായ യേശുക്രിസ്തു ദാസരൂപം എടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഒരു ദാസൻ അനുസരണം കാണിക്കുന്നത് പോലെ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി യേശുക്രിസ്തു അനുസരണമുള്ളവനായി ക്രൂശിലെ മരണം സഹിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. താങ്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ.